അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്ത് ഫലക്കും സൂറത്ത് നാസുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. ഇനി അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില സംഗതികൾ പറയാനുള്ളത്. ഇവിടെ രണ്ട് സംഗതിയാണ് ജബ്ബാർ ഉന്നയിക്കുന്നത്. ഒന്ന് സിഹ്ർ, വമിൻ ശർറിൻ നഫ്ഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവർ. ഈ കെട്ടുകളിൽ ഊതുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിഹർ, കൂടോത്രമാണ് എന്നതാണ് ഒരു കാഴ്ചപ്പാട്. നഫസ ഫിൽ ഉഖദത്തി, കെട്ടുകളിൽ ഊതി എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് നിലക്ക് അർത്ഥം പറയാവുന്നതാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർ ആ രണ്ട് നിലക്കും അതിനർത്ഥം കൽപ്പിച്ചിട്ടുമുണ്ട്. അത് രണ്ടിനെയും നമ്മൾക്ക് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. ഒന്ന് ഈ പറഞ്ഞിട്ടുള്ള കൂടോത്രമാണ്. കൂടോത്രം ഫലിക്കുമോ അല്ലേ, അതൊരു അന്ധവിശ്വാസമാണോ അല്ലേ? ഇത് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യന് ഭൗതികമായ അർത്ഥത്തിൽ, പിന്നെ പരീക്ഷണ കുഴലുകളിലൂടെ കണ്ടെത്താൻ കഴിയാത്തതും എന്നാൽ അവന് പലപ്പോഴും അനുഭവ വേദ്യമാകുന്നതും നിഷേധിക്കാൻ കഴിയാത്തതുമായ യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ സിഹർ എന്ന് പറയുന്നതിന് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമുണ്ടോ ഇല്ലേ, ഇത് തീർച്ചയായിട്ടും ചർച്ചാ വിഷയമാണ്. അത് നാസ്തികന്മാരും ആസ്തികന്മാരും മാത്രമായിട്ടല്ല, യുക്തിവാദികളും യുക്തിബോധമുള്ളവരും തമ്മിൽ മാത്രമല്ല, വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഇത് തർക്കമുള്ളൊരു സംഗതിയാണ്. വിശ്വാസികളിൽ തന്നെ നല്ലൊരു വിഭാഗം സിഹർ ഫലിക്കൂല എന്ന് പറയുന്നവരുണ്ട്, സിഹർ ഫലിക്കും എന്ന് പറയുന്നവരുമുണ്ട്. ഇസ്ലാമിക പണ്ഡിതന്മാരെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും സിഹർ ഫലിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഒരു സംഗതി ഫലിക്കും എന്നതുകൊണ്ട് അതെല്ലാ സമയത്തും ഫലിക്കണമോ, എല്ലാവർക്കും ഫലിക്കണമോ, അതൊക്കെ വേറെ ചർച്ചയാണ്. ഫലിക്കോ ഇല്ല എന്ന് ചോദിച്ചാൽ ഫലിക്കും എന്ന് പറയുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരിലുണ്ട്. അത് ഫലിക്കൂല എന്ന് പറഞ്ഞാൽ അപൂർവം ചിലരുണ്ട്. മറ്റ് ഇസ്ലാമിക സമൂഹത്തിലെ തന്നെ മറ്റ് ചില വിഭാഗങ്ങൾ ഇതിനെ തീർത്ത് നിഷേധിക്കുന്നവരുണ്ട്. ഇവിടെ അഹ്ലുസുന്നത്ത് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മളെ കാലഘട്ടത്തിൽ ഇവിടെ കേരളത്തിലും മറ്റുമൊക്കെ ഞങ്ങളാണ് സുന്നികൾ എന്ന് പറയുന്ന ആളുകളല്ല ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബിമാർ തൊട്ട് ഇങ്ങോട്ടുള്ള ആ ഒരു ശൃംഖലയിൽപ്പെട്ട ആളുകളെയാണ്. അപ്പോൾ അതിൽ ഈ സിഹർ ഫലിക്കും എന്നാണ് ഭൂരിപക്ഷ ആളുകളും പറയുന്നത്. പക്ഷെ എല്ലാ സിഹറും ഫലിക്കുന്നൊന്നും ആരും പറയുന്നില്ല, ഫലിക്കും എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത് നഫസ ഫിൽ ഉഖദത്തി, അന്നഫാസാത്തി ഫിൽ ഉഖദത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം കെട്ടുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങൾ തകരാറാക്കുന്ന രീതിയിലുള്ള ഊത്ത് എന്ന് പറഞ്ഞാൽ പെരുമാറ്റമാണ്. പെരുമാറ്റം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നാക്ക് കൊണ്ട്, അതായത് വാക്ക് കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിലൂടെ ആവാം. ഇതിൽപ്പെട്ടതാണ് ഏഷണി എന്ന് പറയുന്നത്. ഏഷണി അതുപോലെ പരദൂഷണം പോലുള്ള സംഗതികൾ മനുഷ്യബന്ധങ്ങളെ ശിഥിലമാക്കാൻ പോകുന്ന സംഗതികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏഷണിക്കാരും മറ്റുമൊക്കെ ആയിട്ടുള്ള ആളുകളാൽ ഉണ്ടാവുന്ന ദ്രോഹം, അതുപോലെ തന്നെ അസൂയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു മാനസിക രോഗം. മറ്റവൻ്റെ നേട്ടങ്ങളിൽ കണ്ണുകടി തോന്നുകയും എന്നിട്ട് അവൻ നശിക്കട്ടെ എന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യാന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അസൂയ പറഞ്ഞാൽ. ഈ അസൂയ ഒരാൾക്ക് മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ അയാളത് മനസ്സിൽ വെച്ച് കൊണ്ടുനടക്കുകയാണെങ്കിൽ അതാരെയും ബാധിക്കാനൊന്നും പോകുന്നില്ല. അതേ അവസരം അതിൻ്റെ തുടർന്ന് അയാൾ ചില പ്രക്രിയകളിൽ ഏർപ്പെട്ടാലോ അത് ചിലപ്പം ദ്രോഹകരമായി മാറും. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളിൽ നിന്ന് രക്ഷ തേടുക എന്നുള്ളതാണ് ഈ അസൂയാലുക്കളിൽ നിന്ന് അവർക്ക് അസൂയ ഉണ്ടാകുമ്പോൾ അവരുടെ ദ്രോഹങ്ങളിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പിന്നുള്ളത് സൂറത്ത് നാസിൽ മനുഷ്യ മനസ്സിൽ ദുർബോധനം ഉണ്ടാക്കുന്ന ജിന്നിലും മനുഷ്യനിലും പെട്ടിട്ടുള്ള ശൈത്താന്മാർ എന്ന് പറഞ്ഞാണ്. ഇവിടെ ശൈത്താൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശൈത്താൻ എന്ന് പറയുന്നത് ജിന്നിൽ കാണാമറയത്തിരിക്കുന്ന ആ ഒരു ശക്തി മാത്രമല്ല എന്നും, മനുഷ്യരിൽ നമ്മളെയൊക്കെ തോളിൽ കൈവച്ചുകൊണ്ട് നമ്മളുടെ വിശ്വാസവും നമ്മളുടെ കാഴ്ചപ്പാട് ആദർശവുമൊക്കെ ഹനിച്ച് കളയാൻ പോകുന്ന വിധത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന മനുഷ്യരായിട്ടുള്ള ആളുകളെയും
ഇവിടെ പിശാച്ച് എന്ന ഗണത്തിലാണ് ഖുർആൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഖുർആൻ തന്നെ ഷയാത്തീനൽ ഇൻസി വൽ ജിന്നി എന്ന് നേർക്ക് നേരം പറഞ്ഞിട്ടുണ്ട്, ജിന്നിലും മനുഷ്യരിലും പെട്ട ശൈത്താന്മാർ. അപ്പോൾ ഈ രണ്ട് വിധം ശൈത്താന്മാരിൽ നിന്നുമാണ് അള്ളാഹുവിനോട് രക്ഷ തേടുന്നത്. ആ രക്ഷ തേടലാവട്ടെ നേരത്തെ പറഞ്ഞതുപോലെയല്ല, മനസ്സിൽ ഇവരുണ്ടാക്കുന്ന തെറ്റായിട്ടുള്ള ധാരണകൾ, വിശ്വാസങ്ങൾ, പിന്നെ അതിന് അന്ധവിശ്വാസവും മറ്റ് വിശ്വാസവും ഒക്കെ പെടും, ദൈവനിഷേധമടക്കമുള്ള വിശ്വാസങ്ങൾ ഒക്കെ അതിൽ പെടും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷ തേടാനുള്ളതാണ് ഇവിടെ പിന്നെ ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൂറത്തുകളും യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഭൗതികമായിട്ട് അവന് ഒരിക്കലും പിന്നെ നേടിയെടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവന് സമീപിച്ചുകൊണ്ട് ആശ്രയിക്കാൻ പറ്റാത്ത, പിന്നെ മനുഷ്യരിലൂടെ നേടിയെടുക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. അത് അള്ളാഹുവിലൂടെ മാത്രമേ അവന് നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഇത് മാത്രമല്ല, ജബ്ബാർ എടുത്ത് പറഞ്ഞ ഹദീസിൽ ഉദ്ധരിച്ച് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. ഈ പിന്നെ പ്രാർത്ഥന, മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയാണ്. അപ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. മനുഷ്യനെ സൃഷ്ടിച്ചത് അവനാണ്. മനുഷ്യനെന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അവനാണ്. അവന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് വിശ്വാസി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസത്തെയാണ് ഇവിടെ ജബ്ബാർ ജാഹിലി കാലത്തെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞിട്ട് തള്ളുന്നത്. യഥാർത്ഥത്തിൽ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ്, അബദ്ധം എന്ന് പറയുന്നത് അവരുടെ സൃഷ്ടാവിനെ നിഷേധിച്ചു എന്നുള്ളതാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ അവൻ്റെ കൈ കൊണ്ട് ചെത്തിണ്ടാക്കിയിട്ട് പ്രതിഷ്ഠിക്കുന്നത്, പിന്നെ വിഗ്രഹങ്ങളെ ദൈവങ്ങളായിട്ട് അംഗീകരിക്കുക എന്നുള്ളത് അതൊരു പൊട്ടത്തരമാണ്, അതൊരു അന്ധവിശ്വാസമാണ്, വിഡ്ഢിത്തമാണെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കും. ഇവിടെ അള്ളാഹു അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ പരാശക്തി എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, അതോടൊപ്പം മനുഷ്യനെ സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടോ അല്ലേ, ആ ശക്തി ഉണ്ട് എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. ജബ്ബാറിന് പിന്നെ അങ്ങനെ ഒരു ശക്തി ഇല്ലാന്ന് വിശ്വസിക്കാനുള്ള ജബ്ബാറിന് സ്വാതന്ത്ര്യമുണ്ട്. അതേ അവസരം വിശ്വാസികൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടെന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കും ഉണ്ട്. സ്വാഭാവികമായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ആരോടും ഉള്ള പിന്നെ വിധേയത്വത്തേക്കാൾ, ആരുടെ മുമ്പിലും കൈകൂപ്പണതിനേക്കാൾ, അല്ലെങ്കിൽ അവരോട് തങ്ങളുടെ പരിദേവനങ്ങൾ പിന്നെ പറയുന്നതിനേക്കാളൊക്കെ അവർക്ക് ഏറ്റവും പറയാൻ യോഗ്യമായിട്ടുള്ളത്, വിധേയപ്പെടാൻ യോഗ്യമായിട്ടുള്ളത് അവരെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവിൻ്റെ മുമ്പിൽ തന്നെയാണ്, ആ സൃഷ്ടാവിനോടാണ്. അതേ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ, ആ സൃഷ്ടാവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ എന്നുകൂടിയാണ് ഈ രണ്ട് സൂറത്തുകളും മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ഇതിനെയാണ് ജബ്ബാർ അന്ധവിശ്വാസം അല്ലെങ്കിൽ ജാഹിലി കാലത്തെ പിന്നെ അന്ധവിശ്വാസങ്ങളെന്നോ മൂഢവിശ്വാസങ്ങളെന്നോ ഒക്കെ പരിഹസിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറിച്ചാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ജബ്ബാറിനെ മനസ്സിലാവലാണുള്ളത് മറ്റൊരു കാര്യം. എന്താണ് മറിച്ചാണ് എന്ന് പറയേണ്ടത്? ഈ ലോകത്ത് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസം ഉടലെടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് എന്താണ്? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് തൗഹീദാണ് ഉണ്ടായിരുന്നത്. മറ്റ് കാഴ്ചപ്പാടുകൾക്ക് അവരുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ലോകത്ത് ആദ്യത്തെ മനുഷ്യൻ ഏകദൈവ വിശ്വാസിയായിരുന്നു. അദ്ദേഹം പ്രവാചകനായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മക്കൾ, ഭാര്യയും മക്കളുമാണുള്ളത്. അവരിലേക്കാണ് അദ്ദേഹം നിയുക്തനായിട്ടുള്ളത്. അവരെ ഇസ്ലാമികമായിട്ട് പിന്നെ അള്ളാഹുവിനുമായിട്ട് അടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യേണ്ട പ്രാധാന്യവും ജീവിതത്തിൽ കൈക്കൊള്ളേണ്ട, അന്ന് പരിമിതമായിട്ടുള്ള മനുഷ്യരെ ഉള്ളത് എന്നതുകൊണ്ട് പരിമിതമായിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് പഠിപ്പിക്കാനുള്ളത് ഒന്നാമത്തെ മനുഷ്യൻ ചെയ്തു പോന്നിട്ടുള്ള സംഗതിയാണ്. തുടർന്നും മനുഷ്യർ പിന്നെ അവർ ഇതിൽ നിന്നൊക്കെ വ്യതിചലിക്കുമ്പോൾ പിന്നെയും പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഖുർആൻ്റെ ഭാഷ്യം. അപ്പോൾ വ്യതിചലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്ധവിശ്വാസങ്ങൾ എവിടെ നിന്ന് വന്നു? അതുപോലെ അന്ധവിശ്വാസങ്ങളുമായി കൂടിക്കലർന്ന യഥാർത്ഥ വിശ്വാസങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് പരീക്ഷിച്ചാൽ, ഈ യഥാർത്ഥ വിശ്വാസങ്ങൾ അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരിലൂടെ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ വിശ്വാസങ്ങളാണ്. എന്നാൽ ഈ വിശ്വാസങ്ങളോട് അതാത് കാലഘട്ടങ്ങളിലെ അന്ധവിശ്വാസികളായിട്ടുള്ള ആളുകൾ മറ്റു ചില വിശ്വാസങ്ങൾ കൂടി കൂട്ടിച്ചേർത്തപ്പോഴാണ് അവിടെ ഷിർക്ക് എന്ന് പറയുന്ന സംഗതി ഉത്ഭവിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് അള്ളാഹുവിനെ വിട്ട് അവർ സൃഷ്ടികളിലേക്ക് തിരിയുന്നതും സൃഷ്ടികളെ അവലംബിച്ചുകൊണ്ട് തങ്ങൾക്ക് എന്തും നേടാൻ കഴിയുന്നുള്ള വിശ്വാസത്തിലേക്ക് ഒക്കെ എത്തിപ്പെടുന്നത്.
അപ്പോഴൊക്കെ അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരിലൂടെ മനുഷ്യനെ അറിയിച്ചു പോന്നിട്ടുള്ളത് നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്, അത് നിങ്ങൾ തിരുത്തണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുക നിങ്ങളുടെ നാഥനായിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന മാത്രമേ, അവൻ്റെ മുമ്പിൽ ഉള്ള വിധേയത്വം മാത്രമേ നിങ്ങൾക്ക് പ്രയോജനപ്പെടുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ വസ്തുത. അപ്പോൾ ഇവിടെ അന്ധവിശ്വാസങ്ങളിലേക്ക് യഥാർത്ഥ വിശ്വാസം കലരല്ല ചെയ്തത്, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അന്ധവിശ്വാസം കൂട്ടിക്കലർത്തുക ചെയ്തത്. ഇവിടെ ഖുർആൻ ജാഹിലി കാലഘട്ടത്തിലെ ജബ്ബാറിന് പറഞ്ഞതിന് 6-ാം നൂറ്റാണ്ടിലെ, അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞത് തന്നെ തെറ്റാണ്. കാരണം 7-ാം നൂറ്റാണ്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായിട്ട് നിയുക്തനാവുന്നത്. അപ്പോൾ ഈ പരമ്പരാഗതമായി പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കുറേ അന്ധവിശ്വാസങ്ങൾ പിന്നീട് വന്നു ചേരുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാം ഇവിടെ ഇത്തരം സൂറത്തുകളിലൂടെ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരിൽ കുടികൊള്ളുന്ന മൂഢവിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഒക്കെ, ദുരാചാരങ്ങൾ, അതൊക്കെ നീക്കിയിട്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അവർ കൊണ്ടുവരികയും എന്നിട്ട് അവർ പ്രാർത്ഥിക്കേണ്ട യഥാർത്ഥ പ്രാർത്ഥന അവരെ പഠിപ്പിച്ചുകൊണ്ട് അവരുടെ നാഥനോട്, അവരുടെ സൃഷ്ടാവിനോട് അടുപ്പിക്കാനുള്ളതാണ്. അതാണ് ഇവിടെ ഖുർആൻ ഈ 2 സൂറത്തും അവതരിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ജബ്ബാർ പറയുന്നത് പോലെ കുറേ മൂഢവിശ്വാസങ്ങൾ, ഖുർആൻ നിറച്ചും മൂഢവിശ്വാസമാണെന്നുള്ളതാണ് ജബ്ബാർ പറയുന്നത്. അത് ജബ്ബാറിൻ്റെ കാഴ്ചപ്പാടാണ്. ജബ്ബാറിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമ്മളൊക്കെ അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, ഖുർആൻ പഠിക്കുന്ന ഒരു മനുഷ്യനും ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള മൂഢവിശ്വാസത്തിലേക്ക് എത്തിപ്പെടുവാനുള്ളതാണ് വസ്തുത. കാരണം നൂറ്റാണ്ടുകൾ മനുഷ്യനെ കൊണ്ടിരിക്കുന്ന, അതും നീതിപൂർവകമായിട്ട് സത്യസന്ധമായിട്ട് അവനെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം, അത് കൊണ്ടുവന്ന പ്രവാചകൻ, ആ പ്രവാചകനും ഗ്രന്ഥവും അന്ധവിശ്വാസങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ജബ്ബാറിനെ പോലുള്ള ബുദ്ധിയില്ലാത്ത അന്ധവിശ്വാസികളായിട്ടുള്ള ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിക്കുന്ന ആർക്കും അത്തരത്തിലുള്ള ഒരു വാദഗതി ഉന്നയിക്കാൻ തന്നെ കഴിയില്ലാന്നുള്ളതാണ്. അതുകൊണ്ട് ജബ്ബാറിൻ്റെ ഈ മൂഢവിശ്വാസത്തെ, അന്ധവിശ്വാസത്തെ, ഇത്തരത്തിലുള്ള ദുരുപായങ്ങളെ നമ്മൾക്ക് തള്ളിക്കളയാം. യഥാർത്ഥത്തിൽ ജബ്ബാറുമായിട്ട്, അല്ലെങ്കിൽ യുക്തിവാദികളുമായിട്ട്, അല്ലെങ്കിൽ നാസ്തികന്മാരുമായിട്ടുള്ള ഈ ആധ്യാത്മികവും അതിഭൗതികവുമായിട്ടുള്ള സംഗതികളിൽ ഒരു ചർച്ച കൊണ്ടൊരു പ്രയോജനമില്ല. അവർക്ക് അവരുടെ വഴി, നമ്മൾക്ക് നമ്മളുടെ വഴി എന്നുള്ളതേ ഇതിൽ പറയാൻ പറ്റുകയുള്ളൂ എന്നതാണ് ഇതുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി.